എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്ക്. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കുകയായിരുന്നു കുറച്ച് മണ്ണിൽ. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ടാണ് ഈ പെൺകുട്ടി ഒളിച്ചോടി പോകുന്നത്. സ്വന്തം സഹോദരനെ പോലെ കണ്ട ഒരാൾ, അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ പോലെ കണ്ട ഒരാൾ, ഇവർ രണ്ടുപേരും വഴിവിട്ട ബന്ധം കാരണം ഒരു കുടുംബമാണ് നശിച്ചത്. 2 കുഞ്ഞുങ്ങളാണ് അനാഥമായി പോയത്. നിങ്ങൾ നേരത്തെ അറിയായിരുന്നു അവർക്കെന്ന് പറയുന്നുണ്ടായിരുന്നു. അവരെന്തോ ചെയ്യണമായിരുന്നു? നിങ്ങൾക്ക് താലപ്പൊലി എടുത്തുകൊണ്ട് നിൽക്കണോ? നിങ്ങൾക്ക് മാലയും ബൊക്കെയും തന്ന് സ്വീകരിക്കണം വീട്ടിൽ കൂടെ? അത് നാട്ടിൽ മൊത്തം പാട്ട് പാടിക്കൊണ്ട് നടക്കണം? നിങ്ങൾ അതിന് മാത്രം വേണ്ട കാര്യങ്ങളാണല്ലോ ചെയ്തു തന്നിട്ടുള്ളവർക്ക്. നാളെ നിന്റെ വേറൊരു വീഡിയോയിൽ ഞങ്ങൾ കണ്ടുവരും, അയ്യോ എന്നെ പറ്റിച്ചേന്ന് പറഞ്ഞ്. 2 മക്കളെയും ഭാര്യനെയും ചതിച്ചവനാണ് നിന്റെ കൂടെ ഇരിക്കുന്നത്. എന്നിട്ടാണ് നീ ഈ കിടന്ന് പ്രസംഗിക്കുന്ന അവന് വേണ്ടിയിട്ട്. സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത്. ഒരു ബന്ധത്തിനും ഒരു റിലേഷൻഷിപ്പിനും യാതൊരു വിലയും കൊടുക്കാത്ത നിന്നെയൊക്കെ ഉണ്ടല്ലോ ആ സ്ത്രീ വെറുതെ വിട്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. ജീവനം കൊണ്ട് നീയൊക്കെ എവിടെയെങ്കിലും പോയി പിഴച്ചോ? അവരെ കൺമുമ്പിൽ പോലും പെട്ടുപോകണ്ട. അവരെവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. നിന്നെ പോലെയുള്ളവരൊക്കെ ഉണ്ടല്ലോ കുടുംബത്തിൽ നിന്നല്ല, ആ നാട്ടിൽ പോലും കയറ്റരുത്. കാരണം അത്രയും വൃത്തികെട്ടൊരു മനസ്സിനുടമയാണ് നീ. അത് മനസ്സിലാക്കിക്കോ മോളെ. അവരെ തെറ്റല്ല, നിന്റെ മാത്രം തെറ്റാണത്. നിന്റെയും അവൻ്റെയും മാത്രം തെറ്റായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ. ഏതോ ഒരു പാവം പിടിച്ച് ചെറുക്കൻ രക്ഷപ്പെട്ടു. ഇവളെയൊക്കെ കെട്ടിയായിരുന്നു ആ ചെറുക്കൻ്റെ കാര്യത്തിൽ തീരുമാനമായാണ്.